ഹായ് മക്കളെ, അമ്മച്ചി ഇന്ന് 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അതിനെ കഴുകി വൃത്തിയാക്കി ഇതാ രണ്ടാക്കിയിട്ടുണ്ട്. പകുതി ഞാൻ കറി വെക്കാമെന്ന് വിചാരിച്ചു, പകുതി ഞാൻ വറക്കാമെന്ന് വിചാരിച്ചു. കറി വെക്കാനുള്ളതാണ് ഞാൻ ഇത് വൃത്തിയാക്കി മാറ്റി വെക്കുവാണ്. കണ്ടോ, അത് ഞാൻ വൃത്തിയാക്കി ഒരു ചട്ടിക്കകത്തോട്ട് മാറ്റി വെക്കുവാണ്. കണ്ടല്ലോ, മാറ്റി വെച്ചിട്ട് അതിനെ ഞാൻ ഒന്ന് കണ്ടല്ലോ ഒരു പാത്രത്തോട്ട് മാറ്റി വെച്ച് ഇത് അതിന് ഇടാനുള്ള എല്ലാ ഗ്രേവിയുടെ ഇടാനുള്ള എല്ലാമാണ്. ഇതിൽ നമ്മൾ മാറിനേറ്റ് ചെയ്യാനാണ്. ആ ഇറച്ചിക്കകത്ത് അല്പം മഞ്ഞപ്പൊടി, അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, അല്പം നാരങ്ങാ നീര്, ശകല ഉപ്പ്, കണ്ടോ, ശകല ഉപ്പ് എല്ലാം കൂടെ ചേർത്ത് നന്നായി തിരുമ്മാൻ പോവുകയാണ്. ശകല ഉപ്പ് എല്ലാം കൂടെ ചേർത്ത് നന്നായി തിരുമ്മാൻ പോവുകയാണ്. തിരുമ്മി അതൊന്ന് സെറ്റാക്കാനായിട്ടാണ് ഞാൻ നോക്കുന്നത്. കണ്ടല്ലോ, നന്നായിട്ട് തിരുമുക. നാരങ്ങാ നീര്, മഞ്ഞപ്പൊടി, ഉപ്പ് കണ്ടല്ലോ, എല്ലാം കൂടെ ചേർത്ത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അതെല്ലാം കൂടെ ചേർത്ത് സെറ്റാക്കിയതാ. ഞാൻ ആ കട്ടിംഗ് ബോർഡ് എടുത്തങ്ങ് അടച്ചു വെച്ച്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നുള്ളത് നോക്കുക. അതിനെ ഞാനെടുത്ത് മാറ്റി. 1 മണിക്കൂറിന് ശേഷമാണ് ഞാൻ അതെടുത്ത് അടപ്പെടുത്ത് മാറ്റിയിട്ട് ഇതിനെ ഞാൻ നല്ലതുപോലെ സെറ്റായിട്ടുണ്ട്. സെറ്റായതിന് ഞാൻ ഒരു കുക്കറിലോട്ടാക്കിയിട്ട് എൻ്റെ വിരലിൻ്റെ ചൂണ്ടുവിരലിൻ്റെ ആദ്യത്തെ വരയുള്ള വെച്ച് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കണ്ടോ, ചൂണ്ടുവിരൽ വെള്ളം ഒഴിച്ച് കുക്കറിലാക്കിയിട്ട് വെള്ളം ഒഴിച്ച് അത് ഞാൻ അടപ്പത്ത് വെക്കാൻ പോവുകയാണ്. അടപ്പ് തീ കത്തിച്ച് കണ്ടല്ലോ, അതിന് സ്റ്റീം വരട്ടെ, ഒരു 4-5 സ്റ്റീം വരട്ടെ. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് നോക്കിക്കോളാം. അത് അടപ്പിരുന്ന് സ്റ്റീം വന്നോട്ടെ. സ്റ്റീം ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ നമ്മുടെ വീട്ടിലെ തന്നെ കുരുമുളക് ഒരു 2 സ്പൂണ്, കണ്ടല്ലോ, ആ സ്പൂണിനൊരു 2 സ്പൂൺ ഞാൻ എടുത്ത് ഇടികല്ലേലോട്ട് ഇടുകയാണ്. ഇട്ടിട്ട് അപ്പം അതിൻ്റെ ഒരു അരോമ നല്ലതാണ്. നല്ല ശുദ്ധമായ നമ്മുടെ വീട്ടിലെ കുരുമുളക് ആകുമ്പോഴേ നല്ല അരോമ കിട്ടും. ഇടികല്ലിൽ വെച്ച് ഇടിക്കുകയാണ്. നമ്മുടെ വീട്ടിലെ ശുദ്ധമായ കുരുമുളകാണ്. 2 സ്പൂൺ വരും. ആ 2 സ്പൂൺ എടുത്ത് ഇടിച്ച് നന്നായിട്ട് ഇടിച്ച് അതിലിട്ട് പെരുംജീരകവും തക്കോലവും ഗ്രാമ്പും കൂടെ ഓരോന്നുള്ളു വീതമിട്ട് അതും കൂടെ ഞാൻ ഇടിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഇടിക്കാം. ഇടിച്ച് അതൊരു മസാല കൂട്ട് തയ്യാറാക്കി വെക്കാം. അത് നമ്മൾ എങ്ങോട്ട് കോരി വെക്കാൻ പോവുകയാണ് നോക്കിക്കണം. കണ്ടോ, ഇനി ഞാൻ ആ പ്ലേറ്റിൽ എന്തൊക്കെയാണ് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് നോക്കുക. പ്ലേറ്റിൻ്റെ അകത്ത് ഞാൻ കണ്ടല്ലോ, 1 സ്പൂണ് ഉലുവ, വറ്റൽമുളക്, 2 അല്ലി ഉണ്ടോ, നമ്മൾ പിടിച്ചു വെച്ചത് ഉലുവ, ഇഞ്ചി, പറയിട 2 ഇടത്തായിട്ട് ഞാൻ ഇഞ്ചി അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. അതാ 2 ഇടത്ത് തന്നെ. 1 തക്കാളി, 3 പച്ചമുളക്, 2 സവാള, ഒരു 2-3 അല്ലി വെളുത്തുള്ളി, പറയിടാനുള്ള മുളക്, ഇപ്പം നമ്മൾ ഇടിച്ചു വെച്ച കുരുമുളക് മസാല, ഇത്രയാണ്. അപ്പോഴത്തേക്ക് നമുക്ക് അടപ്പേ വെച്ചതൊന്ന് നോക്കാം. നോക്കിയപ്പോൾ ഏകദേശം അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല വെള്ളവും ബീഫും കൂടെ നല്ല രീതിയിൽ വൃത്തിയായി വെന്ത് വെള്ളം മുകളിൽ ഇങ്ങനെ നിൽപ്പുണ്ട്. നമ്മളിനി അതിലോട്ട് കണ്ടോ, വെള്ളം നിൽക്കുന്ന കണ്ടല്ലോ, ആ നെയ്യ് കലർന്ന ആ സ്റ്റോക്കിലോട്ട് നമ്മൾ സവോള ഫസ്റ്റ് ലെയറായിട്ട് ഇടുകയാണ്. പരത്തി ഫസ്റ്റ് ലെയറായിട്ട് ഇടുകയാണ്. വട്ടത്തെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പരത്തി ഇടുകയാണ്. ഇടുവല്ലോ, ആ മൊത്തത്തിലായിട്ട് ഫസ്റ്റ് ലെയർ സവോള കൊടുത്തു. അപ്പൊ ആ സവോളയും ആ വെള്ളവും കൂടെ ചേർന്ന് ആ നെയ് മണം സവോള അങ്ങ് പിടിക്കും. മനസ്സിലായല്ലോ. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചിയിൽ വെളുത്തുള്ളി അങ്ങോട്ട് ചേർത്ത് അത് കഴിഞ്ഞ് തക്കാളി ചേർത്ത് വീണ്ടും വെളുത്തുള്ളിയും ചേർത്ത് പച്ചമുളക് ചേർത്ത് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളകും കൂടെ ചേർത്ത് ഇനിയാണ് നമ്മൾ ആ കുരുമുളക് മസാല ഇടിച്ച് നമ്മൾ വാരി വെച്ചല്ലോ അതും കൂടെ അതിൻ്റെ മുകളിൽ വിതറിയിട്ടുണ്ട്. അപ്പോൾ ഒരു 5 സ്റ്റീം വന്നതിലാണ് നമ്മൾ ഈ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ അതിനെ അളവനെ ഒന്നിളക്കി എന്നിട്ട് വീണ്ടും നമ്മൾ അടപ്പത്ത് വെച്ച് സ്റ്റീം കൊടുക്കുക. കണ്ടല്ലോ,
വീണ്ടും ഒരു 2, 3 സ്റ്റീം ഒരു 2, 3 സ്റ്റീം വന്ന് നമ്മൾ അത് തണുത്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒന്ന് തുറന്ന് നോക്കി. ഇതാ എല്ലാം കൂടെ സെറ്റായിട്ടിരിക്കുക. അപ്പോൾ നമ്മൾ സവോള എല്ലാം ചേർത്തതാണ്. രണ്ടാമത് 2, 3 സ്റ്റീം വന്നതിന് ശേഷം നമ്മൾ ഇറക്കി അത് സെറ്റപ്പ്. നമ്മൾ വേറൊരു കറച്ചട്ടി എടുത്ത് അടപ്പത്ത് വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഇതിൽ ചേർക്കുന്ന എന്താണ്? ഉലുവ. നമ്മൾ ഒരു സ്പൂൺ ഉലുവ അവിടെ എടുത്ത് വെച്ചിരുന്നല്ലോ, ആ ഉലുവായും നമ്മൾ അതിൽ ഒരു 2, 3 ഇഞ്ചിയും വെച്ചിരുന്നല്ലോ, ആ ഇഞ്ചിയും കൂടാണ് അതിൽ തട്ടിയിടുന്നത്. ഉലുവ ഇട്ട് കൊടുത്തു. ആ ഉലുവ നന്നായിട്ട് മൂക്കട്ടെ ആ എണ്ണയ്ക്കകത്ത്. ഇവിടെ കടുവില്ല, ഉലുവായും ഇഞ്ചിയും. നമ്മൾ 2 സെക്ഷനായിട്ട് ഇഞ്ചി വെച്ചിരുന്നല്ലോ, ഒന്ന് നമ്മൾ കുക്കറിൽ കൊടുത്തു, ഒന്ന് ഇതിലും കൊടുക്കുന്നു. ഉണ്ടല്ലോ, നമ്മൾ വറമുളകും കൊടുത്തു. നന്നായി അത് മൂന്നും ഒന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വരുമ്പോൾ തീ ഫ്ലെയിം വളരെ ചെറുതിലാക്കുക. വളരെ ചെറുതിലാക്കിയിട്ട് നമ്മളിതാ ചില്ലി ചില്ലി പൗഡർ, അതായത് കശ്മീരിയും എരിവെള്ള മുളകും കൂടെ ചേർത്താണ്. അതൊരു 4 സ്പൂൺ മുളക് പൊടി നമ്മൾ ചേർക്കും. എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കറിയാണ്. ഉണ്ട് 1 സ്പൂൺ മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി 1 സ്പൂൺ, വീണ്ടും 1 സ്പൂൺ, 2 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ മഞ്ഞപ്പൊടി. 1 സ്പൂൺ എന്ന് പറഞ്ഞാൽ ആദ്യം ചേർത്തത് ഇതുകൂടെ ചേരുമ്പോൾ 1 സ്പൂൺ ആവും. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വറുക്കുക. കണ്ടോ മൂക്കട്ടെ, കണ്ടോ? നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ചാണ് നമ്മൾ ഈ ചെയ്തേക്കുന്നത്. പുറത്തുനിന്നൊന്നും നമ്മൾ പ്രത്യേകിച്ച് മേടിച്ചിട്ടില്ല. കണ്ടല്ലോ, 2 സവാള, 1 തക്കാളി, 3 പച്ചമുളക്, ഇച്ചിരി ഇഞ്ചി, 2 വെളുത്തുള്ളി, ഇച്ചിരി കുരുമുളക്, ഇത്രയാണ്. പിന്നെ വീട്ടിലുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവ, ഇത്രയുമാണ് നമ്മൾ ഇതിൽ ചേർത്തേക്കുന്നത് അല്ലേ? മൊത്തത്തില ഇറച്ചിയിലായാലും ഇതിലും എല്ലാം കൂടെ. ഇതിലോട്ട് നമ്മൾ കുക്കറിലിരിക്കുന്ന സ്റ്റീം ചെയ്ത ബീഫും അതിനോടുള്ള എല്ലാം കൂടെ ചേർത്ത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നു. ഇനി നന്നായി ഇളക്കുക. നന്നായി ഇളക്കി ഗ്രേവി വേണ്ടവർ നല്ല രീതിയിൽ വറ്റിക്കുക. ഗ്രേവി വേണ്ടെങ്കിൽ പെട്ടെന്ന് അത് ഒരുവിധം വെന്ത് കഴിയുമ്പോൾ ഇറക്കുക. ഇത് വീട്ടിലൊരു വിരുന്നര് വന്നാൽ എല്ലാവർക്കും ചെയ്തു കൊടുക്കാൻ നല്ലതാണ്. നിങ്ങളും ഇതേപോലെ ചെയ്യുക. കണ്ടല്ലോ, കണ്ടല്ലോ, നല്ല ഞങ്ങൾക്ക് ഇച്ചിരി ഗ്രേവി കുറച്ച് മതി, അതുകൊണ്ടാണ് ഞങ്ങൾ ഒത്തിരി വറ്റിച്ചത്. അല്ലാതെ ഗ്രേവി വേണമെങ്കിൽ അധികം വറ്റിക്കേണ്ട കാര്യമില്ല, ബീഫ് വെന്തിരിക്കുകയാണ്. അപ്പൊ ഇതേപോലെ നമുക്ക് വീട്ടിലൊരാൾ വരുമ്പോൾ പെട്ടെന്ന് ഇച്ചിരി ഇറച്ചി എടുത്ത് പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ മക്കൾക്ക് ഇതേപോലെ നിങ്ങൾ ചെയ്തു കൊടുക്കുക. കണ്ടല്ലോ, കറി ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റ്. ഹായ്, വീണ്ടും ഒരു റെസിപ്പി ആയിട്ട് വരുവോളൂ. ബൈ മക്കളെ.